ഇമ്മിണി വലിയ വായന. നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത, കടന്നു പോകാത്ത എത്രയോ ജീവിതാനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നടന്നു പോകുന്ന വഴികളൊക്കെയും വർണ്ണാഭമാണ്. അത് മാത്രമല്ല, നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനും രസിക്കാനും അവസരം തരും. ഈ പുസ്തകങ്ങളിലൊക്കെയും ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ അനുഭവങ്ങളും കാഴ്ചകളും ജീവിത വീക്ഷണങ്ങളും ഒക്കെയുണ്ട്. ഇതിനോടൊപ്പം ചിലപ്പോഴെങ്കിലും എഴുത്തുകാരനെ ഒരു കണ്ണാടി പോലെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. എല്ലാ മാസവും കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കൈവശപ്പെടുത്താറുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പുസ്തകങ്ങൾ എത്രയോ മാറി വായനക്കാരെ രസിപ്പിക്കാൻ പുതിയ വഴികൾ തേടുന്നു. മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ എന്ന ബെന്യാമിന്റെ പുസ്തകം ഒരു പുതിയ വായന അനുഭവമാകും എന്നത് ഉറപ്പല്ലേ? പുസ്തകത്താളുകൾക്കുള്ളിൽ അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില ഓർമ്മകളുണ്ട്. എൻ്റെ ഓർമ്മകളും എൻ്റെ ചിന്തകളും എൻ്റെ അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് ഇതുപോലൊരു പുസ്തകം എനിക്കെപ്പോഴെങ്കിലും സാധ്യമാകുമോ? പുസ്തകം എഴുതുന്നവരെയും അതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ അറിയുന്നവരെയും ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കാറ്. പുതിയ പുസ്തകങ്ങൾ വന്നതൊക്കെയും ഇതുപോലെ പരിശോധിക്കണമെന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം പുസ്തകങ്ങൾക്കിടയിൽ ഭ്രാന്തിമാൻ എന്ന പുസ്തകം തേടാനായിരുന്നു ഇന്നത്തെ യാത്ര. ഇതിന്റെ റൈറ്റർ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പുസ്തകത്തിന്റെ കവർ പേജിൽ ഒരു മൈക്ക് ഇരിക്കുന്നത് കണ്ടോ? ഞാനിപ്പോ സാറിന്റെ മുമ്പിലിരുന്ന വർക്ക് ചെയ്യുന്നത് കേട്ടോ. റേഡിയോ കേരളത്തിന്റെ പ്രോഗ്രാമിംഗ് ഹെഡാണ് മനോജ് ഭാരതി. സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളാകാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വഴികാട്ടിയാണ്. എല്ലാ തൊഴിൽ മേഖലകൾക്കും അവയുടേതായ പ്രത്യേക മൂല്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇവയ്ക്കെല്ലാമുള്ള പൊതുമൂല്യം തൊഴിൽപരമായ സത്യസന്ധതയാണ്. ജീവിത സമ്മർദ്ദം കൊണ്ടോ അതിമോഹം കൊണ്ടോ പെട്ടെന്നുള്ള വിജയം ഒരാൾ ലക്ഷ്യമാക്കുമ്പോൾ പലപ്പോഴും സത്യസന്ധതയും മൂല്യങ്ങളും ബലികഴിക്കേണ്ടി വരും. ഇതാണ് എല്ലാ പ്രൊഫഷണൽ ജീവിതങ്ങളിലെയും ധർമ്മസങ്കടം. പോലീസുകാരും പത്രക്കാരും ഡോക്ടർമാരും വക്കീലന്മാരുമെല്ലാം ഈ പ്രതിസന്ധി സ്ഥിരമായി നേരിടേണ്ടി വരുന്നു. ഭ്രാന്തിമാൻ. അപ്പോൾ ഞാൻ വായിക്കട്ടെ? നിങ്ങളും വായിക്കൂ, വളരൂ.